ഹായ്. ഒരുപാട് ആളുകൾ ഇൻട്രസ്റ്റ് ഇൻകം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പെൻഷനേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പെൻഷനൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് മിക്കവാറും ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ട് ഇടും. അപ്പോൾ ആ ഒരു ഫണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെയാണ് പലരുടെയും ഒരു മാസ വരുമാനം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഒരുപാട് എൻആർഐസ് നാട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ജനറലി സാധാരണക്കാർക്കും പലപ്പോഴും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഇൻട്രസ്റ്റിന് ടിഡിഎസ് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു ടിഡിഎസ് ഒഴിവാക്കാനായിട്ട് പറ്റും? കാരണം ടിഡിഎസ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലൊരു റീഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരുപാട് ചടങ്ങുകൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിന് ടിഡിഎസ് പിടിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു ടിഡിഎസ് ഒഴിവാക്കാം. മറ്റൊന്നൊരു ഒരു ഫോം ഫയൽ ചെയ്തുകൊണ്ട് 15G 15H എന്നുള്ളൊരു ഫോം ഫയൽ ചെയ്തുകൊണ്ട് എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഇത് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. 2025-26 ഫിനാൻഷ്യൽ ഇയർ മുതൽ 12,00,000 രൂപ വരെ ടാക്സ് ഇല്ല. അതായത് നിങ്ങളുടെ വരുമാനം 12,00,000 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് വരില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇൻട്രസ്റ്റ് ഇൻകം മാത്രമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ഇൻകം ഒരു 12,00,000 ഒക്കെ ഇൻട്രസ്റ്റ് ഇൻകം വരണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഒക്കെ ഡെപ്പോസിറ്റ് വേണ്ടി വരും. ഏകദേശം ഒരു 1,50,00,000 രൂപയിൽ കൂടുതലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ആളുകൾക്കൊന്നും അത്രയും വലിയൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ടാക്സബിൾ ഇൻകത്തിന് താഴെയായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ടിഡിഎസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ വീണ്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അത് റീഫണ്ടിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 ഫിനാൻഷ്യൽ ഇയർ മുതൽ ഈ ടിഡിഎസ് പിടിക്കുന്നതിൻ്റെ പരിധിയും ഗവൺമെൻറ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സാധാരണ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ വരെയുള്ള ഇൻട്രസ്റ്റിന് ടിഡിഎസ് ഇല്ല. ഇനി നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ വരെയുള്ള ഇൻട്രസ്റ്റിന് ടിഡിഎസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടിഡിഎസ് ഒഴിവാക്കാനായിട്ട് വളരെ സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഡെപ്പോസിറ്റുകൾ സ്പ്ലിറ്റ് ചെയ്ത് പല പല ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് ഇടുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 50,000 താഴെയാണ്. ഇനി വേറൊരു ബാങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 50,000 താഴെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും ടിഡിഎസിൻ്റെ അപ്ലിക്കബിലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നില്ല. 50,000 രൂപ കടക്കുമ്പോഴാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ബാങ്ക് ടിഡിഎസ് പിടിക്കുന്നതിൻ്റെ ഫോർമാലിറ്റിയിലേക്ക് തന്നെ വരുന്നത്. ഇനി നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1,00,000 രൂപ വരെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ 1,00,000 രൂപയിൽ താഴെ ഒരു ഇൻട്രസ്റ്റ് ഇൻകം വരുന്നു എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെപ്പോസിറ്റുകൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 6,00,000 രൂപ നിങ്ങൾ ഒരു ബാങ്കിൽ ഇടുന്നു, മറ്റൊരു ബാങ്കിൽ അടുത്ത 6,00,000 രൂപ ഇടുന്നു. അങ്ങനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ടി ഡി എസിൽ നിന്നും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒഴിവാകാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നോർമലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകം സാധാരണ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ കടന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ കടന്നാൽ ഡെഫിനറ്റ്ലി അവിടെ ടി ഡി എസിൻ്റെ അപ്ലിക്കബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ പോർഷനിൽ നിങ്ങൾക്ക് ടി ഡി എസ് പിടിക്കുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആകെ ഒരേ ഒരു മാർഗ്ഗമാണുള്ളത്. അവിടെ നിങ്ങളൊരു ഫോം ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാധാരണ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ആ ഫോമിൻ്റെ പേരെന്ന് പറയുന്നത് 15G എന്നുള്ളൊരു ഫോമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 15H എന്നുള്ളൊരു ഫോമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഫോം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷനിൽ പറയുന്നത് നിങ്ങളുടെ വരുമാനം ടാക്സ് പരിധിക്ക് ഉള്ളിലാണ്, അതായത് ടാക്സബിൾ ലിമിറ്റിന് താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇൻകം ടാക്സ് വരുന്നില്ല. നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ടി ഡി എസ് പിടിക്കരുത് എന്നുള്ളൊരു ഡിക്ലറേഷനാണ് ഈ 15G അല്ലെങ്കിൽ 15H എന്നുള്ളൊരു ഫോം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് സെയിം തന്നെയാണ് കേട്ടോ. 15G എന്ന് പറയുന്നത് 60 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും 15H എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസിനാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം എന്താണ് എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് 15G എന്നുള്ളൊരു ഫോം, ഇൻകം ടാക്സ് റൂൾസ് 1962 പ്രകാരം. അപ്പോൾ ഇതിൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത് ആരാണോ ഡെപ്പോസിറ്റ് ഹോൾഡർ, അതായത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടതാണ്. അതായത് ആരാണോ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആൾ ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ പാർട്ട് 1 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. ഒരു 1 തൊട്ട് 19 വരെയുള്ള നമ്പറുകളിൽ ഡീറ്റെയിൽസുകളാണ് കൊടുക്കേണ്ടത്. അതിൽ നിങ്ങളുടെ പേര്, സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടതായിട്ടുള്ളതിന് ശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതണം. ഇങ്ങനെയുള്ള ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യുക എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം പാർട്ട് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
ഓക്കെ. അപ്പോൾ നമുക്ക് 15G ഒരു ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഫോം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നെയിം ഓഫ് ദ അസസി എന്ന് പറയുന്നത് നമ്മളുടെ പേരാണ്. അപ്പോൾ നമ്മളിവിടെ പ്രിയ അഷ്റഫ് എന്നുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, ദെൻ അടുത്തത് പാൻ എന്താണ്? അപ്പോൾ നിങ്ങളുടെ പാൻ നമ്പറാണ് സെക്കൻഡ് വൺ കൊടുക്കേണ്ടത്. സ്റ്റാറ്റസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽസിനും HUFനും മാത്രമാണ് ഈ ഫോം അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇൻഡിവിജ്വലിന് മാത്രമാണ് പ്രസക്തിയുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ എന്നാണ് നിങ്ങൾ സ്റ്റാറ്റസിൽ എഴുതേണ്ടത്. പ്രീവിയസ് ഇയർ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതേണ്ടത് ആ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2025-26 അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 2025-26 എന്നാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്നുള്ളൊരു സ്ഥലത്ത് എഴുതേണ്ടത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫ്ലാറ്റ് നമ്പർ, ഡോർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദെൻ അതുപോലെ തന്നെ പ്രെമിസസ്, റോഡ്, സ്ട്രീറ്റ്, അതായത് നിങ്ങളുടെ അഡ്രസ്സാണ് പിന്നെയുള്ള ഫ്രം ഏകദേശം ഒരു 12, 11 വരെയുള്ളത്, പിൻകോഡ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക 12ാമത്തെ പോയിൻ്റായിട്ട്. 13 നിങ്ങളുടെ ടെലഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ കൊടുക്കുക. 14ാമത്തെ പോയിന്റ് 14A എന്ന് പറയുന്നത് വെദർ അസസ്ഡ് ടു ടാക്സ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ മുൻപ് ഏതെങ്കിലും ഒരു വർഷം ടാക്സ് അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി ലാസ്റ്റ് അസസ്മെൻറ്റ് ഇയർ ഫോർ വിച്ച് ടാക്സ് അസസ്ഡ്. ഇനി നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് അസസ്മെൻറ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ആ അസസ്മെൻറ്റ് ഇയർ ആണ് അവിടെ കൊടുക്കേണ്ടത്. അത് അപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് അപ്ലിക്കബിൾ എന്ന് എഴുതാം. അടുത്തത് 15ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ഇൻകം ഫോർ വിച്ച് ദിസ് ഡിക്ലറേഷൻ ഈസ് മെയ്ഡ്. അതായത് ഇപ്പോൾ നിങ്ങൾ മിക്കവാറും നിങ്ങളൊരു ബാങ്കിലായിരിക്കും നിങ്ങളിത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ HDFC ബാങ്കിലാണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം അവിടെ ഒരു 25 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വരുമാനം ടാക്സബിൾ ലിമിറ്റിന് കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ 15G എന്നുള്ളൊരു ഫോം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റഡ് ഇൻകം ഫോർ വിച്ച് ദിസ് ഡിക്ലറേഷൻ ഇറ്റ് ഇസ് മെയ്ഡ്. അതായത് ആ ബാങ്കിൽ നിന്ന് നിങ്ങൾ ഈ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ പലിശ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഡെപ്പോസിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മൊത്തം ആ ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകളിൽ നിന്നും എത്ര രൂപ പലിശ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം 1,80,000 രൂപയുടെ അടുത്ത് ആ ബാങ്കിൽ നിന്നും പലിശ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. 16ാമത്തെ പോയിന്റ് ചോദിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ. നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയറിൽ അതായത് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം എത്ര രൂപ വരുമാനമുണ്ട്, അതായത് മുകളിലത്തെ വരുമാനം അടക്കം കേട്ടോ. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് 1,80,000 രൂപയുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ബാങ്കുകളിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മറ്റു വരുമാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിയതിന് ശേഷം എത്ര രൂപയാണ് നിങ്ങളുടെ മൊത്തം വരുമാനം, ഈ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ 2,30,000 ആണ് ആ വ്യക്തിയുടെ മൊത്തം ഒരു എക്സ്പെക്റ്റഡ് വരുമാനം എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഫോം നമ്പർ 15G അതർ ദാൻ ദിസ് ഫോം ഫയൽഡ് ബൈ ഫോർ ദ പ്രീവിയസ് ഇയർ ഇഫ് എനി. അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഈ പ്രീവിയസ് ഇയറിൽ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും സ്ഥലത്ത് ഈ 15Gകൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇല്ല എന്ന് എഴുതുക. അതായത് 0 അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ, ഇല്ല, നിൽ എന്ന് എഴുതുക. ഇനി ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഫോർ വിച്ച് ദ ഡിക്ലറേഷൻ ഈസ് ഫയൽഡ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ 18ാമത്തെ പോയിന്റിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ FD ഉണ്ട് എന്ന് കരുതും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 3 FDകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3 FDകളുടെ വിവരങ്ങളും ദെൻ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് എന്നീ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു FD ഉണ്ട്. അപ്പോൾ FD നമ്പർ ആ 10 ലക്ഷം രൂപ, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അപ്പോൾ 60,000. ഇനി അടുത്ത FD എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയുടെ FD ആണ്. അപ്പോൾ 20 ലക്ഷം FD നമ്പർ, അതിൽ നിന്ന് കിട്ടുന്നത് 1,20,000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് 18ാമത്തെ പോയിന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഇനി വരുന്നത് ഡിക്ലറേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ പേര് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഫോമിലേക്ക് പോവാം. അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. IV എന്നുള്ളതിൽ നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ്. ഇനി ഫോർ ദ പ്രീവിയസ് ഇയർ എൻഡിങ് ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ March 31 ഫോർ ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2025-26 ആണെങ്കിൽ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 26-27 ആയിരിക്കും. അപ്പോൾ അത് എഴുതുക. വിൽ ബി നിൽ. ദെൻ ഫോർ ദ പ്രീവിയസ് ഇയർ എൻഡിങ് ഓൺ എന്ന് പറയുന്നത് വീണ്ടും 2025-26 റെലവൻറ്റ് ടു ദ അസസ്മെൻറ്റ് ഇയർ 26-27 വിൽ നോട്ട് എക്സീഡ് ദ മാക്സിമം എമൗണ്ട് വിച്ച് ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. അപ്പോൾ ഇതൊരു ഡിക്ലറേഷൻ ആണ്. അതായത്
നമ്മളുടെ വരുമാനം എന്ന് പറയുന്നത് ഈ ടാക്സബിൾ ഇൻകത്തിലും കുറവായിരിക്കും എന്നുള്ളൊരു ഡിക്ലറേഷനാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളവിടെ താഴെ സൈൻ ചെയ്യുക, പ്ലേസ് ആൻഡ് ഡേറ്റ് ഇടുക. പാർട്ട് 2 എന്ന് പറയുന്നത് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഫില്ല് ചെയ്യേണ്ട ഫോമാണ്. ഈ സെയിം ഫോം തന്നെയാണ് എന്തായിട്ട് വരുന്നത്, അതായത് 15Gയുടെയും 15Hൻ്റെയും കണ്ടന്റ് സെയിം ആണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ 15H ഫോമും നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ 15H ഫോമിൻ്റെയും ഒരു മോഡൽ എടുക്കാം. ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നെയിം ഓഫ് ദ അസസി, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പ്രീവിയസ് ഇയർ, ഫ്ലാറ്റ്, ദെൻ അഡ്രസ്സ്, അതുപോലെ തന്നെ വെദർ അസസ് ടു ടാക്സ്, എസ്റ്റിമേറ്റഡ് ഇൻകം ഫോർ വിച്ച് ദിസ് ഡിക്ലറേഷൻ ഇസ് മെയ്ഡ്, എസ്റ്റിമേറ്റഡ് ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഇൻകം മെൻഷൻഡ് ഇൻ കോളം 15 ടു ബി ഇൻക്ലൂഡഡ്. ഈ സെയിം ഫോർമാറ്റുകൾ തന്നെയാണ് വരുന്നത്. 18ാമത്തേൽ ഡീറ്റെയിൽസ് ഓഫ് ഇൻകം ഫോർ വിച്ച് ദിസ് ഡിക്ലറേഷൻ ഈസ് ഫയൽഡ്. ദെൻ അതിനുശേഷം നമ്മുടെ ഡിക്ലറേഷൻ വരുന്നു. സെയിം ഡിക്ലറേഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് 15G 15H ഫോം ഫയൽ ചെയ്യുക എന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും TDS പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകൾ ഫോളോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ 15G അല്ലെങ്കിൽ 15H ഫോം സബ്മിറ്റ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട്, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.